Hi, welcome all. Next question. Design a DFA to accept a language L is equal to word, that is mode W mode 5, that is W mode 5 not equal to 0 ആയിരിക്കണം. On sigma is equal to A, P. These are the input. Alphabets എന്ന് പറയുന്നത് A, B ആണ്. അപ്പോൾ മോഡ് 5 നോട്ട് ഈക്വൽ ടു 0 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മോഡ് 5 നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുകയാണെങ്കിൽ റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്? റിമൈൻഡർ വരുന്നത് 0, 1, 2, 3 ആൻഡ് 4 അല്ലേ? ഇത്രയുമാണ് പോസിബിൾ റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ സ്റ്റേറ്റ്സ് എത്ര എണ്ണം വരാം? Q0, Q1 ഇതാണ് പോസിബിൾ സ്റ്റേറ്റ്സ്. ഈ തരുന്ന റിമൈൻഡേഴ്സ് ആണ് നമുക്ക് എന്ത് പറയുന്നത്? അതിനകത്തുള്ള സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ Q0, Q1, Q2, Q3, Q4. സോ 5 സ്റ്റേറ്റ്സ് വരുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് മോഡ് 5 നോട്ട് ഈക്വൽ ടു 0 വരുന്നതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോട്ട് ഈക്വൽ ടു 0 വരുന്നത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആക്കണം. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആക്കേണ്ടത്? ആക്കേണ്ടാത്തത് ഏതായിരുന്നു? വേണ്ടാത്ത ആക്സെപ്റ്റിംഗ് അല്ലാത്തത് വരുന്നത് 0 മാത്രമാണ്. അപ്പോൾ നമ്മളുടെ ഇതിപ്പോൾ Q0 ആണെന്നുണ്ടെങ്കിൽ ഇത് ആക്സെപ്റ്റിംഗ് ആവാൻ പാടില്ല. ബാക്കി Q1, Q2, Q1, Q2, Q3, Q4 ഇത് 4 ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ട്രാൻസിഷൻ ഡയഗ്രത്തിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ Q0ലേക്ക് ഐദർ എ ഓർ ബി രണ്ട് ഇൻപുട്ടും നമുക്കിവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിലേക്ക് വന്നാൽ Q1ലേക്ക് എത്തുന്നു അല്ലേ? Q1ൽ നിന്ന് Q2ലേക്ക് എത്തുന്നു. ഹിയർ ആൾസോ എ ഓർ ബി തന്നെ കണ്ടീഷൻസ് എടുക്കുക. നമ്മളിവിടെ എയും ബിക്കും ആയിട്ടാണ് ചെയ്യുന്നത്. അടുത്ത് Q3, ദെൻ Q4. ഇവർ പറഞ്ഞത് എന്താണ്? ഇത് എ ബി രണ്ടിലും എ ബി ഇൻപുട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞത് എന്താണ് നമ്മളുടെ അതിൽ Q0, അതായത് നോട്ട് ഈക്വൽ ടു 0 അല്ലാതെ ബാക്കി എല്ലാത്തിനെയും നമ്മൾ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആക്കണം അല്ലേ? ഇനി Q4ൽ നിന്ന് പിന്നെ ഒരു എ ബി വരാലോ അല്ലേ? ഒരു കണ്ടീഷൻസ് എ ബിയും വരാം. അപ്പോൾ എ ബി പറഞ്ഞാൽ ചിലപ്പോൾ 5 ആണ്. 5 എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 0 അല്ലേ? അപ്പോൾ ഇത് Q0 സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ എ ഓർ ബി ആണെങ്കിൽ ആ വേർഡിൽ എവിടേക്ക് പോകും? Q0 സ്റ്റേറ്റിലേക്ക് പോകും. അതെന്താണ്? ആക്സെപ്റ്റിംഗ് അല്ല. 5 കഴിഞ്ഞ് 6 വരികയാണെങ്കിൽ Q1ലെത്തും. സോ 7, 8, 9 അഗൈൻ 10ലേക്ക് വരുമ്പോൾ Q0ലേക്ക് എത്തും. സോ ഇതാണ് ഇതിൻ്റെ എന്ത് പറയുന്നത്? ട്രാൻസിഷൻ ഡയഗ്രാം. സോ ഇതിൻ്റെ ട്രാൻസിഷൻ നമുക്ക് ടേബിൾ എങ്ങനെയായിരിക്കും നോക്കാം. ഓക്കെ, ട്രാൻസിഷൻ ടേബിൾ നോക്കാം. Q0, Q1, Q2, Q3 ആൻഡ് Q4. ഇതിനകത്ത് വരുന്ന ഇൻപുട്ട് എയും ബിയും ആണ്. ദിസ് ഈസ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ദീസ് ആർ ദ ഫൈനൽ സ്റ്റേറ്റ്സ്. സോ അതിനെല്ലാം സ്റ്റാർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. Q0ൽ എ ഇൻപുട്ട് വരുമ്പോൾ Q1 ആൻഡ് ബി ഇൻപുട്ടിൽ അതായത് Q0 എ ആയാലും ബി ആയാലും ഏതാണ് Q1ൽ തന്നെയാണ് റീച്ച് ചെയ്യുന്നത്. Q1ൽ എ ആയാലും ബി ആയാലും എ ഇൻപുട്ടിനും ബി ഇൻപുട്ടിനും Q2ലാണ് എത്തുന്നത്. Q2ൽ എ ഇൻപുട്ടിനും Q3ലെത്തുന്നു, ബി ഇൻപുട്ടിനും Q3ലെത്തുന്നു. ആൻഡ് അഗെയിൻ Q4 എ ഇൻപുട്ട് ഇറ്റ് റീച്ച് Q4 ആൻഡ് ബി ഇൻപുട്ട് ആയാലും Q4ൽ തന്നെ. ഇൻ Q4 എ ഇൻപുട്ട് വന്നാൽ Q0ലേക്ക് വരുന്നു ആൻഡ് ബി ഇൻപുട്ട് ആയാലും Q0ലേക്ക് വരുന്നു. സോ ദിസ് ഈസ് ദ ട്രാൻസിഷൻ ടേബിൾ ഫോർ ദിസ് program or for this question. Okay, next construct a DFA to accept the strings of A's and B's having even length, even number of A's and even number of B's. That is the question. രണ്ടും ഈവൺ ആണ്. എയും ബിയും ഈവൺ നമ്പേഴ്സ് ആണ്. സോ നമ്മൾക്ക് ഇതിനകത്ത് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഈവൺ നമ്പർ ഓഫ് എസും ഈവൺ നമ്പർ ഓഫ് ബീസിലും ആക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജസ് എന്ന് പറയുന്നത്
A A, even number of A ഇല്ലേ, A A B B, then A B A B, this also a even number of A's and even number of B's, then B A B A. അതുപോലെ ഈവൻ നമ്പർ ഓഫ് A's വരുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 4 A വരാം, 4 B'സും വരാം അല്ലേ. അതുപോലെ ഇത് ഏത് ഓർഡറിലും വരാം. ആൻഡ് സോ ഓൺ. ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇതിനകത്ത് വരുന്നത്. എത്ര നമ്പർ ഓഫ് സ്ട്രിങ്സിനെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ട്രാൻസിഷൻ ഡയഗ്രാം നമുക്ക് പോകാം. ഈവൻ നമ്പർ ഓഫ് A's എന്ന് പറഞ്ഞു. അപ്പോൾ ഈവൻ നമ്പർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 0, 2, 4, 6, 8. ദീസ് ആർ ദ ഈവൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈവൻ സ്റ്റേറ്റ്സിലെല്ലാം ഇതെന്താണ്? ആക്സെപ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. സോ ദീസ് ആർ ദ സ്റ്റേറ്റ്സ് Q0, Q1, Q2, Q3. അപ്പോൾ നമുക്ക് നോക്കാം ഈവൺ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ 0 സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈവൺ ആണ്, അതുകൊണ്ട് Q0 എന്ന് പറയുന്നത് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണ്. ഇനി Q0ൽ ഒരു A വരികയാണ്. ഈവൺ നമ്പർ ഓഫ് A's ആണല്ലോ നമ്മൾ പറഞ്ഞത്. ഒരു A ഇൻപുട്ട്, അപ്പോൾ 2 എന്നുള്ള സ്റ്റേറ്റ് എന്താണ്? ഈവൺ സ്റ്റേറ്റ് ആണ്. അപ്പോൾ Q0ൽ നിന്ന് ഒരു A ഇൻപുട്ട് വരുമ്പോൾ Q1ലേക്ക് എത്തും. അത് കഴിഞ്ഞിട്ട് 2 A's ആണെങ്കിൽ എന്തായിരിക്കും? അത് ആക്സെപ്റ്റ് ചെയ്യണം. 2 A's വരികയാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ 2 A'സിന് Q0ലേക്ക് എത്തി, ആക്സെപ്റ്റ് ചെയ്തു. ഇനി നമ്മൾ പറഞ്ഞു ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്. ബി എന്തായിരിക്കണം? ബി എന്ന് പറയുന്നതും ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിൽ 2 ഈവൺ നമ്പേഴ്സിൽ സ്റ്റാർട്ടിങ് A ആണെങ്കിലും B ആണെങ്കിലും ആക്സെപ്റ്റ് ചെയ്യും, സീറോസിലാണ് എന്ന്. ഇനി ഒരു ബി വന്നു, അപ്പോൾ അത് Q2 സ്റ്റേറ്റിലെത്തി. ഇനി ഒരു ബിയും കൂടി വന്നു, അപ്പോൾ അതായത് ഇവിടെ എത്തി Q0ലെത്തി. അപ്പോൾ ഈവൺ നമ്പർ ഓഫ് ബീസിനെയും, അതായത് 2 B'സും 2 A'സും വന്നപ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്തു. ഇനി നമ്മളോട് പറയണം 4 A's, 4 A വരികയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല, 4 A അല്ല. അപ്പോൾ ഒരു B A A, ഈ ഒരു സ്ട്രിങ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യണ്ടേ? കാരണം ഈവൺ നമ്പർ ഓഫ് A's ആണെങ്കിൽ നമ്മളടുത്ത് ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രിങ് തന്നെ ആക്സെപ്റ്റ് ചെയ്തോളൂ അല്ലേ. B A ആൻഡ് ദെൻ A, ഇത് ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് ഇപ്പോൾ വേറെ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞില്ലേ, B A, ഇത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യണം. സോ B A അല്ലേ, എഗെയിൻ ഒരു B കൊടുത്തു, B ആൻഡ് ദെൻ A, അത് ആക്സെപ്റ്റ് ചെയ്തു. അതേപോലെ A B എന്നുള്ള കണ്ടീഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു A, അതായത് Q0ൽ നിന്ന് Q1ലേക്ക് A കൊടുത്തപ്പോൾ എത്തി. Q1ൽ നിന്ന് Q3ലേക്ക് B കൊടുത്തപ്പോൾ എത്തി. Q3ൽ നിന്ന് Q2ലേക്ക് എഗെയിൻ ഒരു A കൊടുത്തപ്പോൾ എത്തി. ദെൻ Q2ൽ നിന്ന് Q0ലേക്ക് B കൊടുക്കും. അപ്പോൾ A B ആ സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്തു. ഇത്രയുമാണ് നമ്മളുടെ ഒരു DFA. ഇതിനകത്തുള്ള DFA ഈവൺ നമ്പർ ഓഫ് A'സും ഈവൺ നമ്പർ ഓഫ് B'സും. ഇതിൽ Aക്കും Bക്കും പകരമായിട്ട് 0യും 1ഉം ആയിട്ടാണ് യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചിരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒന്നുകൂടെ പറയാം, നമ്മുടെ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിന് ഈവൺ നമ്പർ ആയതുകൊണ്ട് ഈവൺ ആകുമ്പോൾ 0, 2, 4, 6 ഇതെല്ലാം ആക്സെപ്റ്റിംഗ് ആണ്. അപ്പോൾ 0 സ്റ്റേറ്റ് ആണ് ആദ്യത്തെ, അതായത് Q0 എന്ന് പറയുന്നത് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആയിട്ട് എടുത്തു. ഇനി 2 എന്ന് പറയുന്നത്, അതായത് Q0ൽ നിന്ന് Q1ലേക്ക് റീച്ച് ചെയ്യുന്ന ഒരു A ഇൻപുട്ടിന് 1 എടുത്തു. അത് ഈവൺ നമ്പർ ഓഫ് A മാത്രം, ഈവൺ നമ്പർ ഓഫ് A'സും ഈവൺ നമ്പർ ഓഫ് B'സിൻ്റെ കണ്ടീഷൻ. ഇപ്പോൾ A എത്തി, Q0ലെത്തി. അതുപോലെ B Q0ലെത്തി. സോ A B എന്നുള്ള കണ്ടീഷൻ ആ ഒരു സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്തു. ഇനി BA ഓർ AB എന്നുള്ള സ്ട്രിങ് ആണെന്ന് വിചാരിക്കുക. AB ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ നോക്കുന്നത്. Q0ൽ നിന്ന് Q1ലേക്ക് A ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്തു, Q1ലെത്തി. B എന്ന് പറയുമ്പോൾ ഏതിലേക്ക് എത്തി? Q1ൽ നിന്ന് Q3ലേക്ക്. B എന്ന് പറയുമ്പോൾ Q1ൽ നിന്ന് Q3ലേക്ക് എത്തി. ഇനി Q3യിൽ നിന്ന് ഇനി എന്താണ്? A എന്നുള്ള ഇൻപുട്ടാണ്. മൂന്നാമത്തെ ഇൻപുട്ട് ഏതാണ്? A ആണ്. A എന്ന് പറയുമ്പോൾ Q3യിൽ നിന്ന് Q2ലേക്ക് എത്തി, A ഇൻപുട്ടിൽ. ദെൻ Q2ൽ നിന്ന് എഗെയിൻ B ആണ് വരുന്നത്. Q2ൽ നിന്ന് Q0 Bയിലെത്തി. അപ്പോൾ A B സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്തു. സെയിം കേസ് ഇൻ BA സ്ട്രിങ്. B A അല്ലേ, B എന്ന് പറയുമ്പോൾ Q2 ആൻഡ് A പറയുമ്പോൾ Q3 ആൻഡ് എഗെയിൻ B പറയുമ്പോൾ Q1 ആൻഡ് എഗെയിൻ A പറയുമ്പോൾ Q0. ഓക്കെ. ഇനി അതല്ല 4A 4B, വിച്ച് മീൻസ് A
എങ്ങനെ വരും? ഫസ്റ്റ് എക്ക് Q1ലെത്തി, പിന്നെയും ഒരു എ വന്നു Q0, ദെൻ എ Q1, ദെൻ ബി, ദെൻ എഗെയിൻ എ Q0, 4 എസും ആക്സെപ്റ്റ് ചെയ്തു. ബി Q2ലേക്ക് എത്തി, ദെൻ ബി Q0ലെത്തി, എഗെയിൻ ബിയും വന്നപ്പോൾ Q2ലെത്തി, എഗെയിൻ ബി വന്നപ്പോൾ Q0ലെത്തി. സോ ദിസ് ആൾസോ ആക്സെപ്റ്റിംഗ്, ദിസ് സ്ട്രിങ് ഈസ് ആൾസോ ആക്സെപ്റ്റിംഗ്. അതുകൊണ്ട് തന്നെ ഈ അങ്ങനത്തെ ഒരു പ്രോബ്ലം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൻ്റെ നമുക്ക് ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കാം. ട്രാൻസിഷൻ ഇതിനകത്ത് എന്തൊക്കെ വരിക? ട്രാൻസിഷൻ ടേബിൾ Q0, Q1, Q2, Q3 അല്ല, ഇനീഷ്യൽ സ്റ്റേറ്റ് Q0 ആണ്, ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റും Q0 ആണ്. അതുകൊണ്ട് രണ്ടും സ്റ്റാറും ആരോയും അവിടെ തന്നെ വരയ്ക്കാം. എ എന്നുള്ള ഇൻപുട്ട്, ബി എന്നുള്ള ഇൻപുട്ട്. Q0ൽ എ കൊടുക്കുമ്പോൾ എവിടെ എത്തുക? ട്രാൻസിഷൻ ഡയഗ്രാം നിങ്ങൾ നോട്ടിൽ വരച്ചത് വെച്ച് നോക്കി പറയണം. Q0ൽ എ ഇൻപുട്ട് കൊടുത്തപ്പോൾ എവിടെ എത്തി? Q1ൽ. Q0ൽ ബി ഇൻപുട്ട് കൊടുത്തപ്പോൾ എവിടെ എത്തി? Q2ലെത്തി. Q1ൽ എ ഇൻപുട്ട് കൊടുത്തപ്പോഴോ? Q1 എ കൊടുത്തപ്പോൾ Q0ൽ വന്നു. Q1ൽ ബി ഇൻപുട്ട് കൊടുത്തപ്പോൾ ഏതിലേക്കാണ് വന്നത്? Q3. Q2ൽ എ ഇൻപുട്ട് കൊടുത്തപ്പോൾ Q3 അല്ലേ? Q3. ആൻഡ് Q2ൽ എ ഇൻപുട്ട് ബി ഇൻപുട്ട് കൊടുത്തപ്പോൾ Q0. ആൻഡ് Q3ൽ എ ഇൻപുട്ട് കൊടുത്തപ്പോൾ Q2. Q3ൽ ബി ഇൻപുട്ട് കൊടുത്തപ്പോൾ Q1. ഓക്കെ, ദിസ് ഈസ് ദ ട്രാൻസിഷൻ ടേബിൾ ഫോർ even number of A's and even number of B's. Okay. So next question, construct a DFA of L is equal to A raised to n B raised to m where n comma m is greater than or equal to 1. So in this language, അപ്പോൾ ഇതിനകത്ത് വരുന്ന സ്ട്രിങ്സ് ഏതൊക്കെയായിരിക്കും? L is equal to AB equal to 1 എന്നാണ് പറഞ്ഞത്. അപ്പോൾ മിനിമം 1 എങ്കിലും ഉണ്ടായിരിക്കണം. AAB ABB ഓർ ഈക്വൽ ടു കണ്ടീഷൻ ഉണ്ട്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. സോ AABB ആ കണ്ടീഷൻ കൊടുക്കാം, ഈക്വൽ ടു എന്നുള്ള കണ്ടീഷൻ കൊടുക്കാം. AAA AABB and so on. So AB AAB ABB AABB AAABB ഇത്രയും ലാംഗ്വേജസ് ഇത് ആക്സെപ്റ്റ് ചെയ്യും. ഇത്രയും നല്ല ഇൻഫിനിറ്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും AB വെച്ച് നമുക്ക് ആദ്യം കൺസ്ട്രക്ട് ചെയ്യാം. Q0 അല്ലേ, ABൻ്റെ ആണ്. Q0ലേക്ക് ഒരു A ഇൻപുട്ട് വരുമ്പോൾ Q1ൽ റീച്ച് ചെയ്യും. Q1 സ്റ്റേറ്റിലേക്ക് എത്തി. അത് കഴിഞ്ഞ് അവിടെ ഒരു B ഇൻപുട്ട് വരുമ്പോൾ അത് Q2 എന്ന ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് എത്തി അല്ലേ? Q2 ആണ് നമ്മുടെ അടുത്ത ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്, Q2. അടുത്തത് A അല്ലാതെ ഇതിനകത്തൊരു B വരികയാണ്. കാരണം നമ്മൾ ഈ ഓർഡറിൽ തന്നെ വരണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. A raised to n and B raised to m. സോ സ്റ്റാർട്ടിങ് A തന്നെ ആവണം. അപ്പോൾ B വരികയാണെങ്കിൽ നമ്മൾ എന്തിനാ അതിനെ ട്രാപ്പ് ചെയ്യണം. Q3 എന്ന് പറയുന്നത് ട്രാപ്പ് സ്റ്റേറ്റ് ആണ്. സോ അതിന് കില്ല് ചെയ്യും നമ്മൾ ഇവിടെ വെച്ചിട്ട് A bar B. അതിനുശേഷം ഇനി A വരികയാണ്. അതായത് A raised to n ഇതേ ഓർഡറിൽ A ഇൻഡിവിജ്വലി B ഇൻഡിവിജ്വലി ആണ് ഇത് ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നത്. A ഇൻഡിവിജ്വലി നമ്പർ ഓഫ് Aസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഇൻഡിവിജ്വലി Bസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ N എമ്മും ആണ് നമ്മൾ നോക്കുന്നത്. N മീൻസ് നമ്പർ ഓഫ് A's ആൻഡ് B മീൻസ് നമ്പർ ഓഫ് B's എന്ന് പറയുന്നത്. അപ്പോൾ അതാ. അപ്പോൾ അല്ലാതെ എന്താ പറയുക, Aയും Bയും ഇന്റർമിക്സ് ചെയ്തിട്ട് വരാൻ പറ്റില്ല. നമ്പർ ഓഫ് A's ഒരുമിച്ച് വരിക, നമ്പർ ഓഫ് B's ഒരുമിച്ച് വരിക. അപ്പോൾ ഇൻഡിവിജ്വലി ആയിട്ടാണ് നമ്പർ ഓഫ് Aൻ്റെ എണ്ണവും നമ്പർ ഓഫ് B'സിൻ്റെ എണ്ണവും നോക്കുന്നത്. അപ്പോൾ എയും ബിക്കും ശേഷം പിന്നെ ഒരു A വരികയാണെങ്കിൽ അത് ട്രാപ്പ് സ്റ്റേറ്റിലേക്ക് വരണം. അതുകൊണ്ടാണ് ഇവിടെ Q3ലേക്ക് പിന്നീട് ഒരു A വരുമ്പോൾ വരുന്നത്. സോ ദിസ് ഈസ് ദ DFA. ഓക്കെ, അപ്പോൾ ഇതേ കണ്ടീഷൻ തന്നെ നമുക്ക് വേറൊരു, അതായത് ഇതേ തന്നെ A raised to n. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം.
construct a DFA where L is equal to a raised to n b raised to m where n comma m is greater than or equal to 0. ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മളിത് എങ്ങനെ ചെയ്യും? L is equal to ലാംഗ്വേജസ് ഏതൊക്കെയാണ് വരിക? എപ്സിലോൺ എ എ എ എ എ എ ബി, കാരണം 0 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ രണ്ടും ഇല്ലാത്തൊരു കണ്ടീഷൻ വരാം, അതാണ് എപ്സിലോൺ എന്ന് പറയുന്നത്. ഒരു എ ലെങ്ത്തും വരാം അല്ലേ, അപ്പോൾ ഒരു ബി ലെങ്ത്തും വരാം. ബി 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 ആൻഡ് സോ ഓൺ. ദീസ് ആർ ദ ലാംഗ്വേജസ് ദാറ്റ് ആർ ആക്സെപ്റ്റിംഗ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മിനിമം ലെങ്ത്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുകയാണെങ്കിൽ എ ബി എന്നുള്ളൊരു സ്ട്രിങ്, അതായത് രണ്ടും 1 ലെങ്ത്തിൽ മിനിമം വരണം. എ ബി അല്ലാതെ 0 ആണ് വരുന്നത്, എ ബി അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഉള്ള കണ്ടീഷൻ വരികയാണെങ്കിൽ എപ്സിലോൺ ഇൻക്ലൂഡഡ് ആയിരിക്കും. എപ്സിലോൺ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അതേപോലെ മിനിമം ലെങ്ത്ത് എ 1 വരാം, 2 വരാം, 3 വരാം, അപ്പോൾ ഏത് വേണേലും വരാം. അതേപോലെ ബീൻ്റെ ലെങ്ത്തും 1 2 3 ഏത് വേണേലും വരാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പോൾ നോക്കാം, എപ്സിലോൺ ക്യൂ നോട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റിൻ്റെ നമ്മളെന്ത് പറഞ്ഞു, ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആയിട്ട് വരും. അപ്പോൾ അതിൽ എ എന്നുള്ളൊരു ഇൻപുട്ട് എത്ര വന്നാലും അതെന്താണ്, ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിൽ തന്നെയാണ് വരുന്നത് അല്ലേ. എ എന്നുള്ള ഇൻപുട്ട് എത്ര തന്നെ വന്നാലും ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലാണ് വരുന്നത്. അതേപോലെ ക്യൂ നോട്ടിൽ ഒരു ബി ഇൻപുട്ട് വരികയാണ്. അപ്പോൾ ഏതാണ് ബി ഇൻപുട്ട്, ഒരു ഇൻപുട്ട് ബി ആണെങ്കിലും അതും ആക്സെപ്റ്റിംഗ് ആയിരിക്കണം. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്, അതും ആക്സെപ്റ്റിംഗ് ആയിരിക്കണം. അതിനുശേഷം എത്ര ബീസ് വേണമെങ്കിലും വന്നോട്ടെ. പിന്നീട് ഒരു എ വരാൻ പാടുണ്ടോ? പിന്നീട് ഒരു എ വന്നാൽ അതിനെ നമ്മൾ ട്രാപ്പ് ചെയ്യണം. ഓക്കെ, ഇതിന് ശേഷം എയോ ബിയോ വന്നോട്ടെ, അപ്പോൾ ഇത് ട്രാപ്പ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇനീഷ്യൽ ക്യൂ നോട്ടാണ്. ഇനീഷ്യൽ സ്റ്റേറ്റ് എപ്സിലോൺ ഒക്കെ വരുവാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും. അതിനകത്തൊരു എ ഇൻപുട്ട് വരുവാണെങ്കിലും ആക്സെപ്റ്റ് ചെയ്യും. എ എത്ര എസ് വന്നാലും ആക്സെപ്റ്റ് ചെയ്യും. എക്ക് ശേഷം ഒരു ബി ഇൻപുട്ട് വരികയാണ്, അപ്പോൾ അടുത്തൊരു സ്റ്റേറ്റിലേക്ക് മാറുന്നു, Q1, ദാറ്റ് ഈസ് ആൾസോ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം. ഞാനിവിടെ ബി എ കണ്ടെയ്നിങ് ബി എൻ്റെ ഒരു ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കാം. നോക്കൂ, ക്യൂ നോട്ട് ബി എൻ്റെയാണ്, ബി. അപ്പോൾ ഇപ്പോൾ വരച്ചിരിക്കുന്ന ഫിഗർ നിങ്ങളുടെ ബുക്കിൽ ഉണ്ടായിരിക്കണം, എന്നാലേ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബി, അപ്പോൾ കണ്ടെയ്നിങ് ബി എ, അതിനകത്ത് ഉണ്ടാവണമെന്നേ ഉള്ളൂ ബി എ. അപ്പോൾ എത്ര എസ് വേണേലും വരാം. അതിൽ നിന്നൊരു ബി വന്നു, ദെൻ Q1 എത്തി. Q1 നിന്ന് പിന്നെ ഇവിടെ എത്ര വേണേലും ബീസ് വരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബി, അതായത് ഒരു എ എന്നുള്ളൊരു സ്റ്റേറ്റ് ബി എ, ട്രാപ്പില്ല, ബി എ ക്യൂ ഇത് എത്രയാണ് 2, ബി എ ഇത് ആക്സെപ്റ്റ് ചെയ്യണം അല്ലേ. നമ്മൾ ബി എ എന്ന് പറയുന്നതിനെ ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് എത്ര വേണമെങ്കിലും വരാം അല്ലേ. ഇത് എന്ന് പറയുന്നത് എ ഓർ ബി ആണ്. ഇത് ആക്സെപ്റ്റ് ചെയ്തു. ബി എ എന്ന് പറയുന്നത് കണ്ടെയ്നിങ് ബി എൻ്റെ ട്രാൻസിഷൻ ഡയഗ്രാം ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്ന ട്രാൻസിഷൻ ഡയഗ്രാം ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, സോ ഇറ്റ് ഈസ് ദ കോംപ്ലിമെൻറ്റ് ഓഫ് ബി എ. നമ്മളുടെ വരച്ച പ്രോഗ്രാം എന്ന് വരച്ച നേരത്തെ എ റേസ് ടു എൻ, സോ ഇങ്ങനെ എഴുതാം. സോ എ റേസ് ടു എൻ ബി റേസ് ടു എം or n comma m greater than or equal to 0 is a complement of containing AB. Sorry, not AB, containing BA. ശരി തന്നെയല്ലേ. അതായത് Q0ഉം Q1ഉം ആയിരുന്നു നമ്മൾ ഇതിനു മുൻപ് വരച്ച ട്രാൻസിഷൻ ഡയഗ്രത്തിനകത്തുള്ള ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്സ്. ഇതിനകത്ത് Q2 എന്ന് പറയുന്നതാണ് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്. അതിൽ Q2 ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലിമെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോംപ്ലിമെൻ്റ് ആണ് അതെന്ന് പറയാം. സോ ദിസ് ഈസ് ദ ട്രാൻസിഷൻ ഡയഗ്രാം. അതിനകത്ത് ഈ എസും ബീസിനെയും ആക്സെപ്റ്റ് ചെയ്യുന്നത് വരച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഒന്നും കൂടെ അത് മെൻഷൻ ചെയ്യണം. ഓക്കെ.